നമ്മൾ സാധാരണ ടൂർ പോകുന്നവരാണ്. അപ്പോൾ ടൂർ പോകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നോൺ വെജ് അങ്ങനെ കൂടുതൽ ആളുകളും കഴിക്കാറില്ല. അപൂർവം കഴിക്കും, പക്ഷേ കൂടുതൽ ആളുകളും വെജിനാണ് പ്രിഫർ ചെയ്യുന്നത്. യാത്രയുടെ ഒരു സുഖത്തിന് വേണ്ടിയും വയറിൻ്റെ ഡൈജഷനും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി കൂടുതൽ ആളുകളും യാത്രയ്ക്കൊക്കെ പ്രിഫർ ചെയ്യുന്നത് വെജിറ്റേറിയൻ ഫുഡാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ ജാതിയും മതവും വർഗീയതയൊന്നും പറയുകയല്ല. പോറ്റ് ഹോട്ടലുകൾ, ബ്രാഹ്മിൺസ് നടത്തുന്ന ഹോട്ടലുകൾ, ഉടുപ്പിക്കാർ നടത്തുന്ന ഹോട്ടലുകൾ, ഇതിനൊരു വലിയ പ്രിഫറൻസ് ഉണ്ട്. അവിടെ നല്ല പങ്കാളിത്തമുണ്ട്. അവരുടെ വെജിറ്റേറിയൻ ഊണിനൊക്കെ നല്ല തിരക്കുമാണ്. സാധാരണ മലയാളികൾ നടത്തുന്ന ഹോട്ടലുകളെക്കാൾ അപേക്ഷിച്ച് നല്ല തിരക്കാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ പിന്നെ ക്രൂരമായ വിനോദങ്ങൾക്കും ക്രൂരതയ്ക്കും എതിരെ പലായനം ചെയ്തു പോയ നിരവധി ആളുകൾ, അതും ചരിത്രത്തിൽ പറയാതെ പോകാനാകില്ല, നിരവധി ആളുകൾ കാസർഗോഡ്, കണ്ണൂർ തൊട്ട് കേരളത്തിൽ താഴോട്ട് ഏകദേശം തൃശ്ശൂർ, എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിൽ പലായനം ചെയ്തെത്തുകയും അവർ ഹോട്ടൽ വ്യവസായം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബ്രാഹ്മിൺസ് ഹോട്ടലുകളൊക്കെ നടത്തി പോകുന്ന അതിൽ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്ത് വന്നവരുമുണ്ട്. ഈ ഞാൻ പറഞ്ഞു വരുന്ന കഥ ഇങ്ങനെ നമ്മൾ അന്നപൂർണേശ്വരി, അരുളകം ഇങ്ങനെയൊക്കെയുള്ള ഹോട്ടലുകളൊക്കെ തിരക്കി ഇങ്ങനെ ആളുകൾ അതുപോലെ തന്നെ പല സ്ഥലത്തുമൊക്കെ തിരക്കി ചെല്ലുമ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ഇത്തരം ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ അവിടെ മുസ്ലിം മതങ്ങളുടെ കൃത്യമായ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഈ മക്കയുടെയും മദീനയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരക്കിയിരുന്നു. ഇതാരുടേതാണ്, ഈ ഹോട്ടലിൻ്റെ ഓണർ ആരാണ്? വെറുതെ ഒരു കൗതുകത്തിന്. അതൊരു മുസ്ലിം നാമധാരിയാണ്. മുസ്ലിം നാമധാരിക്ക് അന്നപൂർണേശ്വരി എന്ന ഹോട്ടലിന് പേരിട്ടൂടെ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇടാം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എന്ത് പേരിട്ടാലും അന്നപൂർണേശ്വരി എന്ന് പേരിടുകയും വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് എഴുതി വയ്ക്കുകയും ചെയ്താൽ ആളുകൾ തീർച്ചയായും ധരിക്കും അത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട, ബ്രാഹ്മൺ സമൂഹത്തിൽപ്പെട്ട, അല്ലെങ്കിൽ പോറ്റി സമൂഹത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഹോട്ടൽ വ്യവസായം ചെയ്യുന്ന ശൃംഖലയിൽപ്പെട്ട, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലും പിന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള അന്നപൂർണേശ്വരി എന്ന് പറയുന്ന വലിയ ഹോട്ടൽ ശൃംഖലയിൽപ്പെട്ട ഒരു ഹോട്ടലാണെന്ന് ധരിക്കും. സ്വാഭാവികം. അരുളകം സ്വാഭാവികം. പക്ഷേ അതുപോലെ ശബരിമലയിൽ ഇതുപോലത്തെ പരിപാടികളുണ്ട്. ഈ ശബരിമലയിലെ പിന്നെ ഈ കൊട്ടേഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അത് വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന വിവാദമാണ്. ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുമോ ഇല്ലേ എന്നുള്ളത്, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ദൈവമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്, ദേവതയായി കണക്കാക്കുന്ന സങ്കല്പം. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് വളരെ വലിയ പ്രസിദ്ധമാണ്. അങ്ങനെ പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വിഷു എന്ന് പറയുന്നത് വളരെ വലിയ പ്രസിദ്ധമാണ്. കൃഷ്ണൻ്റെ കണി കാണുക, അമ്പലത്തിൽ പോകുക, വലിയ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നത്. ആ ശ്രീകൃഷ്ണൻ്റെ ഒരു പടം വെച്ചുകൊണ്ട് മന്തി ഒരു ഷോപ്പിൻ്റെ ഒരു പരസ്യം ചെയ്യുമ്പോൾ, പരസ്യം ചെയ്തത് ഒരു മുസ്ലിം ആകുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളതാണ്. ഒന്നുകിൽ ഈ ഒരൊറ്റ പരസ്യത്തിലൂടെ സംഘപരിവാറുകാരും BJPക്കാരും ഹിന്ദു വിശ്വാസികളും ഹിന്ദു സമാജക്കാരും ഈ പരസ്യം കയറി ഏറ്റെടുക്കുകയും അവർ ഇതിനകത്ത് അഭിപ്രായം പറയുകയും ചെയ്താൽ തൻ്റെ ഹോട്ടലിൻ്റെ പേര് വലുതാകും എന്ന് ഹോട്ടൽ ഉടമ ധരിച്ചുവോ. ചെറിയ പൈസയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാർഡ് ഉണ്ടാക്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് കത്തി കടന്ന് പോയി അതിലൊരു വർഗീയതയൊക്കെ വന്ന് തൻ്റെ ഹോട്ടൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തായാലും ശ്രീകൃഷ്ണൻ മന്തി കഴിക്കാൻ പോകുന്നില്ല, അങ്ങനെ ചെയ്ത് വികലമാക്കി. ഇത് തിരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ ഒരു പടവും വച്ചിട്ട് പന്നി കഴിക്കുന്ന ഒരു പടവും കൂടി വച്ച് ഒരു പരസ്യം, പോർക്ക് കമ്പനിയുടെ പോർക്ക് ഇറച്ചി കിട്ടുന്ന ഒരു സ്ഥലത്തിൻ്റെ പരസ്യം വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പോർക്ക് ഇറച്ചി കൊടുക്കുന്ന ഒരു ഹോട്ടലിൻ്റെ പരസ്യം വെച്ചിട്ട് അള്ളാഹുവിൻ്റെ പരസ്യമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പരസ്യം വെച്ചിട്ട് യേശുവിൻ്റെ ഒരു പടമോ, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഒരു പടമോ, ഞാൻ അള്ളാഹുവിനെ മാത്രം പറയുന്നില്ല, ബുദ്ധൻ്റെ ഒരു പടമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ചിത്രങ്ങളൊക്കെ വച്ചാൽ എങ്ങനെയിരിക്കും? സരസ്വതി ദേവിയുടെ പടം വെച്ചിട്ട്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പടം വെച്ചിട്ട് ഇതുപോലെ ഇറച്ചി കൂടെ വെച്ച് കൊടുക്കുന്ന ഒരു പരസ്യം വന്നാൽ എങ്ങനെയിരിക്കും? എന്താണ് ഈ നാട്ടിൽ? വർഗീയമായി ചിന്തിക്കുന്നതാണോ? കേവലം പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ? ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നപൂർണേശ്വരി പേര് പോലുള്ള പേരുകളൊക്കെ ഇട്ട് അത് ഹിന്ദു ഹോട്ടലാണെന്ന്, കെട്ടിലും മട്ടിലും എല്ലാം ഒരു ഹിന്ദു ഹോട്ടലാണെന്നുള്ള ഒരു ധാരണയുണ്ടാക്കി അങ്ങനെ ബിസിനസ് ചെയ്യുന്ന മുസ്ലിമാണ്. ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളാണ്. എന്തിനങ്ങനെ ചെയ്യണം?
അപ്പോൾ ഒരു ചോദ്യമുണ്ട്, മുസ്ലിംകൾക്ക് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തിക്കൂടെ? തീർച്ചയായും നടത്താം, ഒരു വർഗീയതയില്ല. ആർക്കും വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താം. വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ കുത്തകയൊന്നുമല്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിനിടുന്ന പേരാകട്ടെ, ലോഗോ ആകട്ടെ, സംവിധാനങ്ങളാകട്ടെ, ബോർഡാകട്ടെ, അതിൻ്റെ രീതികളാകട്ടെ, തീർച്ചയായും ഞാൻ ഒരു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിനപ്പുറം നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിൻ്റെ സ്ഥലത്ത് കൃത്യമായി പറഞ്ഞാൽ അത് ഒരു സർക്കാർ ഭൂമിയൊക്കെ ആണത്. പക്ഷേ സർക്കാർ ഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മിച്ചഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്താണ്. വയലിൽ എന്താണ് അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, ഒരു ഹോട്ടൽ ശൃംഖല, നല്ല മത്സ്യമൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടൽ ശൃംഖലയുണ്ട്. അതേ പേരിട്ടുകൊണ്ട് ആറ്റിങ്ങൽ എന്ന് പറയുന്ന അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ്, അതേ പേരിട്ടുണ്ട് ഒരു ഹോട്ടൽ നടത്തി. പക്ഷേ സുപ്രീം കോടതി വരെ കേസ് പോയി. സുപ്രീം കോടതി പറഞ്ഞാൽ പേരിടാൻ പറ്റത്തില്ല, മറ്റവർക്കൊരു പേരുണ്ട്, അതുകൊണ്ട് ആ നിലമേൽക്കാർക്കൊരു പേരുണ്ട്, അതുകൊണ്ട് ആ പേരിൽ ആറ്റിങ്ങൽ ഹോട്ടൽ നടത്താൻ പറ്റില്ല. ഞാനീ പറഞ്ഞത് ബ്രാൻഡുകൾ, കളറുകൾ, രീതികൾ, പേരുകൾ, ഇങ്ങനെ പലതും, പിന്നെ ഈ ഇതുപോലത്തെ തരികിട പരിപാടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മതപരമായി മതത്തിൽ വിശ്വസിക്കുകയും എന്നാൽ മതേതരമായി ജീവിക്കുകയും ചെയ്യുന്ന, വർഗീയതയൊന്നുമില്ലാത്ത വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയുണ്ട് ഇവിടെ. മതത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ അവർ മതേതര ചിന്തകളുമാണ്. രണ്ടും വളരെ കൃത്യമായൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അത് കൃത്യമാണ്. ഇന്ത്യയിൽ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് വിവിധ ആളുകൾ, ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും സിഖ് മതത്തിലും ബുദ്ധമതത്തിലും ഒക്കെ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളവർ, മഹാഭൂരിപക്ഷം പേർ. പക്ഷെ അവർ മതേതരമായി ചിന്തിക്കുകയും മറ്റ് മതങ്ങളുടെ തോളിൽ കയറാൻ പോവുകയും ചെയ്യാറില്ല. അതിനിടയിലാണ് ഇതുപോലത്തെ ഉഡായിപ്പ് പരിപാടികൾ. ഒരു കാരണവശാലും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിന് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് സംഖ്യയാണ്, കൊങ്ങിയാണ്, സുഡാപ്പിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ മുസ്ലിം നാമധാരി അത് ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ പോക്രത്തരമാണ്. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരാധന കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. അതിനെ മന്തിയുടെ പരസ്യത്തിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് ആ വച്ച മനസ്സിനും അത് തയ്യാറാക്കിയ ചിത്രകാരനും അത് വികലമായി ചിത്രീകരിച്ചത് വളരെ മോശമായി പോയി. അങ്ങനെ മറ്റൊരാളിൻ്റെ മനസ്സിൻ്റെ, മറ്റൊരാളിൻ്റെ അല്ല, ആയിരങ്ങളുടെ, ലക്ഷങ്ങളുടെ, കോടികളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് മന്തിക്കച്ചവടം.